Hi everyone, this is Renjusha. Welcome back to our channel. ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ചുപേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ് തരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം, നിങ്ങൾക്ക് മാത്സിൽ നിന്ന് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് 5 മാർക്ക് മാത്സിൽ നിന്നും അതുപോലെ തന്നെ 5 മാർക്ക് എന്ന് പറയുന്നത് റീസണിങ്ങിൽ നിന്നാണ് ചോദിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഈ 10ൽ 10 മാർക്കും നേടാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും, അതായത് നിങ്ങൾക്ക് കേരള PSCക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും അതിന്റെ A to Z കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ബേസിക് എന്താണ്, അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചോദിക്കാം, ഓരോ ടൈപ്പും നമ്മൾ എടുത്ത് അതിൽ 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുതൽ നമ്മുടെ വീഡിയോയിൽ ഡെയിലി ഒരു 30 മിനിറ്റിനകത്ത് വരുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അതിനുശേഷം അതിന്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കുക. ഷുവർ ആയിട്ടും നോട്ട് എഴുതണം. ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് അത് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വീഡിയോ കാണാം, ഒപ്പം നോട്ട് എഴുതുക. അന്നന്നത്തെ കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോകുക. അന്ന് തന്നെ പഠിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു തവണ റിവിഷൻ ചെയ്യാം. പിന്നെ ഒരു മാസത്തിൽ ഒരു തവണ റിവിഷൻ ചെയ്യാം. അതിനുശേഷം എക്സാമിന് തൊട്ട് മുന്നേ കുറച്ച് റിവിഷൻ ചെയ്യാം. അങ്ങനെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു 3 തവണയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ കറക്റ്റ് ആയിട്ടുള്ള ടൈമിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഡെയിലി വീഡിയോസ് മുടങ്ങാതെ കാണാം. നമ്മുടെ വീഡിയോസ് എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുള്ളൂ. അപ്പൊ എക്സാം ആവുന്നതായിരിക്കും നമ്മൾ ആ ഒരു സിലബസിനകത്തുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ഒരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് പറയും, ബേസിക്, മോഡറേറ്റ്, ഹൈ ലെവൽ, അങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു ഡിഗ്രി ലെവലിൽ വരുന്ന എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ കൂടി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടാൽ മതി. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പല സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്സ് എപ്പോഴും ടഫാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് മാത്സ് ടഫാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കില്ല. ബേസിക് ആയിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കില്ല. പല ആൾക്കാരും പല ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഷോർട്ട് കട്ട്, ട്രിക്ക്, ചില ഈസി മെത്തേഡുകൾ, അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതൊക്കെയോ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നു. ഒരു അവിയല് പരുവത്തിലാണ് പഠിച്ചു വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് എക്സാമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ആ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാതെ വരും. നമുക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ടഫ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്ത് അതിന്റെ കൺസെപ്റ്റ് എന്താണ്, ആ ഒരു ബേസിക് അറിഞ്ഞിട്ടേ നമ്മൾ ഷോർട്ട് കട്ടിലോട്ട് പോകാൻ പാടുള്ളൂ. എപ്പോഴും ബേസിക് ആയിട്ട് തന്നെ സോൾവ് ചെയ്യണമെന്ന് പറയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് കട്ട് പഠിക്കുന്നതിന് മുന്നേ ആ ഒരു ടോപ്പിക്കിന്റെ കൺസെപ്റ്റും ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് കട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അതായത് മാത്സിൽ ഒന്നും അറിയാത്ത സീറോയിൽ നിൽക്കുന്ന ഒരു ബിഗിനർ ആയിരിക്കും. ചില ആൾക്കാരെന്ന് പറയുന്നത് മാത്സിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെയോ അറിയാം, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. പിന്നെന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഏതൊരു ടൈപ്പ് ഓഫ് ആളാണെങ്കിലും, അതായത് മാത്സിൽ സീറോയിലാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിലും നമ്മുടെ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. നിങ്ങൾ ഒട്ടും ടെൻഷൻ ആകണ്ട. നിങ്ങൾ ഒരു 2 ആഴ്ച നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്, അതായത് ശതമാനം. ഓക്കെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ടോപ്പിക്കുകൾ ഉണ്ട്. അതായത് ശതമാനം, ശരാശരി, അതുപോലെ തന്നെ അംശബന്ധവും അനുപാതവും. ഈ 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മാത്സിന്റെ ഒരു ബേസ് ആണ്. ആ ഒരു ടോപ്പിക്ക് കിടക്കാതെ നമുക്ക് മറ്റ് ഏത് ടോപ്പിക്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ശതമാനം പഠിച്ചാലേ
നമുക്ക് മറ്റു ടോപ്പിക് ഇപ്പൊ ഈ ശതമാനത്തിൽ തന്നെ നമുക്ക് ടൈം ആൻഡ് വർക്കിൽ നമുക്ക് ഇത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലും പ്രോഫിറ്റ് പെർസെന്റേജ് ലോസ് പെർസെന്റേജ് കാണാൻ ചോദിക്കും. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഒക്കെ പെർസെന്റേജിലാണ് തരുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം പെർസെന്റേജ് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെയാണ് അംശബന്ധു അനുപാതം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അവിടെയും നമുക്ക് എന്താണ് ആ ഒരു ടൈം ആൻഡ് വർക്കിലായിക്കോട്ടെ മറ്റ് ഏതൊരു ടോപ്പിക് പൈപ്പ് ആൻഡ് സിസ്റ്റംസ് ആയിക്കോട്ടെ ബോട്ട് ആൻഡ് സ്ട്രീംസ് ആയിക്കോട്ടെ അതിലൊക്കെ എന്താണ് നമുക്ക് റേഷ്യോ ആയിട്ട് തരും. റേഷ്യോ ആയിട്ട് തരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക് കടക്കാതെ മറ്റു ടോപ്പിക്കിലോട്ട് കടക്കാൻ പറ്റില്ല. അപ്പൊ മാത്സിന്റെ 3 ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ടോപ്പിക്കുകളാണ് ശതമാനം, ശരാശരി, അംശബന്ധു, അനുപാതം. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ശതമാനത്തിൽ നിന്നാണ്, പെർസെന്റേജ്. ഓക്കെ, പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ പെർസെന്റേജ് എന്ന് പറയുന്നത് പെർസെന്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/100 ആണ്. ഓക്കെ, 1/100 ആണ് പെർസെന്റേജ് എന്ന്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു എ പെർസെന്റേജ് നോക്കൂ. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാല് അത് എന്തിനു ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് ഡിവൈഡഡ് ബൈ 100. എക്സ് ഡിവൈഡഡ് ബൈ 100 ആണ് എക്സ് പെർസെന്റേജ്. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/100 ആണ്. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കും എക്സിന്റെ y ശതമാനം അല്ലെങ്കിൽ y-യുടെ x ശതമാനം എങ്ങനെയാണത് കാണാൻ നോക്കാം. എക്സിന്റെ y ശതമാനം. ഓക്കെ, എക്സിന്റെ y ശതമാനം. എക്സിന്റെ y ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് y പെർസെന്റേജ് ഓഫ് എക്സ് ആണ് അല്ലെ. y പെർസെന്റേജ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് എക്സിന്റെ y ശതമാനം. എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് എന്താണ് y പെർസെന്റേജ് ഓഫ് എക്സ് ആണ്. ഓക്കെ, y പെർസെന്റേജ് ഓഫ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത് എക്സിന്റെ y ശതമാനം. ഓക്കെ, അപ്പോ y പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാല് എക്സ് ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ y പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് y പെർസെന്റേജ് എന്ന് പറഞ്ഞാല് y ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, y ഡിവൈഡഡ് ബൈ 100 ആണ്. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇൻറ്റു ആണ്. പിന്നെ വരുന്നത് എക്സ്. ഓക്കെ, ഇൻറ്റു എക്സ്. അപ്പൊ y ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈക്വൽ ടു y ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 100. y ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 100. അപ്പൊ എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ, ഇപ്പൊ y ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ y ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, എക്സിന്റെ y ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 ആണ്. അതേപോലെ തന്നെ തിരിച്ചു ചോദിച്ചാലും അതായത് y-ന്റെ x ശതമാനം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്താൽ മതി y ഇൻറ്റു എക്സ് ബൈ 100 എന്ന് വരും. അതും ഇതും സെയിം തന്നെയാണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ എക്സിന്റെ y ശതമാനം എന്ന് പറഞ്ഞാലും y-യുടെ x ശതമാനം എന്ന് പറഞ്ഞാലും കോമൺ ആയിട്ട് ഒന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്തെന്ന് പറയുന്നത് xy ഡിവൈഡഡ് ബൈ 100. xy ഡിവൈഡഡ് ബൈ 100 ആണ്. എക്സിന്റെ y ശതമാനം ചോദിച്ചാലും y-ന്റെ x ശതമാനം ചോദിച്ചാലും ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/100 ആണ്. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാല് എക്സ് ഡിവൈഡഡ് ബൈ 100 ആണ്. എക്സിന്റെ y ശതമാനം അല്ലെങ്കിൽ y-യുടെ x ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതെങ്ങനെ വന്നു എന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതൊന്നും ഓർത്ത് വെക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇത് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടേക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. എക്സിന്റെ y ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y പെർസെന്റേജ് ഓഫ് എക്സ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇത് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. എന്തറിയാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. എക്സിന്റെ y ശതമാനം അല്ലെങ്കിൽ y-യുടെ x ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 1/100, എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ x/100,
എക്സിന്റെ y ശതമാനം അല്ലെങ്കിൽ y-യുടെ x ശതമാനം എന്ന് പറയുന്നത് xy/100 ആണ്. ഓക്കെ, അപ്പൊ xy/100. അപ്പൊ എന്താണ് നമുക്കത് മനസ്സിലായത്? അതായത് എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു y-യുടെ x ശതമാനമാണ്. ഓക്കെ, എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് y-യുടെ x ശതമാനത്തിന് ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതെന്താണ്? x × y/100 ആണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് കുറെ പ്രോബ്ലംസ് വരും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഇത് അറിഞ്ഞു വെക്കുക. എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് y-യുടെ x ശതമാനത്തിന് ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് xy/100 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് x% എന്ന് x/100 ആണ് കിട്ടി. നമ്മളൊരു 20% അവിടെ അപ്ലൈ ചെയ്യണം. അതായത് 20% എന്ന് അവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ എക്സിന്റെ അവിടെ 20 ആണ്. ഇവിടെ എന്താണ്? x/100 ആണ് x ശതമാനം. അപ്പൊ 20% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 20/100 ആണ് അല്ലെ? 20% എന്ന് പറഞ്ഞാൽ 20/100 എന്ന് എഴുതിയാൽ മതി. ഇനി അതേസമയം 10% ആണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? 10/100 ആണ്. 10/100 ആണ്. ഓക്കെ, 5%, 5% എന്ന് പറഞ്ഞാൽ എന്താണ്? 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ അവിടെ ഏതൊരു നമ്പർ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 കൊടുത്താൽ എന്താവും? ശതമാനത്തിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ കിട്ടും. ഇതിന് നമുക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വീണ്ടും ഷോർട്ട് ആക്കി എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 20% അല്ലെങ്കിൽ 20% എന്ന് പറയുന്നത് ഈക്വൽ ടു 20/100 ആണ്. 20/100 ആണ്. ഇതിന് നമുക്ക് വീണ്ടും എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം? 0യും 0യും ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 ഇവിടെ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. 10 എത്ര പ്രാവശ്യം പോവും? 2, 5 പ്രാവശ്യം അല്ലെ? അപ്പൊ എന്താന്ന് കിട്ടി? 1/5 അല്ലെ? 1/5. 20% എന്ന് പറയുന്നത് എന്താണ്? 1/5 ഈക്വൽ ആണ്. 20% എന്ന് പറയുന്നത് 1/5 ഈക്വൽ ആണ്. ഇനി 10% എടുക്കാം. 10% എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 10/100 ആണ്. 10/100 ആണ്. ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം? 0യും 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയുണ്ട്? 1/10 ഉണ്ട്. 1/10 ഉണ്ട്. അപ്പൊ 10% എന്തിന് ഈക്വൽ ആണ്? 1/100ന് ഈക്വൽ ആണ്. ഓക്കെ, 5% 5% ആണ് ഈക്വൽ ടു എത്രയാണ്? 5/100. 5/100. ഇനി 5 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഒരു പ്രാവശ്യം പോവും 5. 10ൽ 2 പ്രാവശ്യം 5 പോകും. പിന്നെ ഒരു 0 ഉണ്ട്. അപ്പൊ 1/20. അപ്പൊ 5% എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശതമാനത്തെ അതിന്റെ ഭിന്നം തുല്യമായിട്ട് വരുന്ന ഭിന്നമാക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ശതമാനത്തെ ഇവിടെ എഴുതാം. ഒരു ശതമാനത്തെ ഭിന്നമാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, അപ്പൊ ഒരു ശതമാനം തന്നു കഴിഞ്ഞാൽ അതിന്റെ തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യയാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു? പെർസെന്റേജ് എന്ന് പറയുന്നത് 1/100 ആണ്. x% എന്ന് പറഞ്ഞാൽ x/100 ആണ്. അപ്പൊ ഒരു പെർസെന്റേജ് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യയാക്കി മാറ്റാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ? ഇവിടെ നമ്മൾ x ശതമാനത്തിന് x/100 എഴുതി. അപ്പൊ എന്താണ്? അവിടെ 100 കൊണ്ട് ഹരിച്ചതാണ് ആ ശതമാനത്തിനെ അല്ലെ? അപ്പൊ ഒരു ശതമാനം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ഭിന്നസംഖ്യയാക്കി മാറ്റാനായിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്താലോ? 50% 50% എത്രയായിരിക്കും? 50/100 അല്ലെ? 50/100. ഇപ്പൊ എത്ര പ്രാവശ്യം? 0യും ക്യാൻസൽ ആയി. 5 എത്ര പ്രാവശ്യം പോകും? ഇവിടെ ഒരു തവണ. 10ൽ 2 തവണ. അപ്പൊ എത്രയാണ് 50%? 1/2. 1/2 ആണ് 50%. ഇനി അടുത്തത് 25% നോക്കിയാലോ? 25% എന്ന് പറയുന്നത് എത്രയാണ്? 25/100. ഓക്കെ, 100ൽ എത്ര തവണ 25 പോകും? 4 തവണ അല്ലെ? ഇവിടെ 25 ഒരു തവണ, ഇവിടെ 25 4 തവണ. അപ്പൊ ഈക്വൽ ടു എന്താണ്? 1/4.
ഓക്കെ, അപ്പൊ 25% എന്ന് പറയുന്നത് 1/4. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 10%, അതിന്റെ 1% ഒക്കെ കാണാൻ ഈസിയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒരു സംഖ്യ നമ്മൾ എടുക്കുകയാണ്. ഒരു സംഖ്യ എടുത്തു, 800 എന്നൊരു സംഖ്യ എടുക്കണം. ഓക്കെ, 800 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുകയാണ്. ആ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സിന്റെ y% അല്ലെങ്കിൽ വൈയുടെ x% കാണാൻ x × y/100 അല്ലെ, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ചില കേസിൽ, അതായത് 100%, 10%, 1%, 5% ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ x × y/100 എന്ന് പറഞ്ഞിട്ട് ചെയ്യണ്ട, ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 800 ഒരു സംഖ്യ. ഓക്കെ, 800 എന്ന് പറഞ്ഞ ഒരു സംഖ്യ. അപ്പൊ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയായിട്ട് എടുക്കണം 100%. ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എന്താണ്? 100%. അതായത് 100% എന്ന് പറയുന്നത് എത്രയാണ്? ആ സംഖ്യ തന്നെയാണ്. ഓക്കെ, 200%. 200% എന്ന് പറയുന്നത് എന്താണ്? 200% എന്ന് പറയുന്നത് ആ സംഖ്യയുടെ ഇരട്ടിയാണ് അല്ലെ. ഇവിടെ 100% ഇരട്ടിയായി അല്ലെ, 200% ആയി. അപ്പൊ ആ നമ്പർ എത്രയായിരിക്കും? ഇരട്ടിയാവും. എത്രയാണ്? 1600 എന്ന് വരും. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യ നമ്മളെപ്പോഴും 100% എടുക്കും. ആ സംഖ്യ ഇരട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ശതമാനമാണ്? 200%. ഓക്കെ, ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ പകുതി, ഈ നമ്പറിന്റെ പകുതി എത്രയാണ്? നമ്പറിന്റെ പകുതി 400 അല്ലെ. ആ നമ്പറിന്റെ പകുതി 400 ആണ്. അപ്പൊ എത്ര എന്നായിരിക്കും? 100%ന്റെ പകുതി എടുത്താൽ മതി. എത്രയാണ്? 50%. 50%. അപ്പൊ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ 100% ആ നമ്പറിന്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 200% മാറും. അതിന്റെ പകുതി, ആ നമ്പറിന്റെ പകുതി 50% കാണാൻ പറ്റുന്ന എന്ത് ചെയ്താൽ മതി? നമ്മള് ആ നമ്പറിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 100% പറഞ്ഞ ആ നമ്പറാണ്. ആ നമ്പറിന്റെ പകുതിയാണ് 50%. ഇനി ഒരു പോയിന്റ് കൂടെ പറയണേ, 10%. 10% കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. ഓക്കെ, ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പൊ 800 ആണ് 100%. അപ്പൊ ഒരു നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പൊ എത്രയാണ്? 10% എന്ന് പറഞ്ഞത് 80 ആണ്. ഓക്കെ, 10% എന്ന് പറഞ്ഞത് 80 ആണ്. ഇനി ഇതിൽ 1% കാണാൻ എന്ത് ചെയ്താൽ മതി? 1% കാണാൻ 2 നമ്പർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അപ്പൊ 800 നിന്ന് 2 നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് 2 നമ്പർ. അപ്പൊ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ 1% എന്ന് പറയുന്നത് 8 എന്നാണ് കിട്ടും. ഓക്കെ, അപ്പൊ 100% എന്ന് പറയുന്നത് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 100% എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 200 ആണ്. അതിന്റെ പകുതി എന്ന് പറയുന്നത് 50% ആണ്. 10% എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ അവസാനത്തിൽ നിന്ന് ഒരു നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ ആ 10% എന്ന് കിട്ടും. 1% ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1% ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. ഓക്കെ, ഇനി 5% കാണാൻ എന്ത് ചെയ്താൽ മതി? 10%ന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 80ന്റെ പകുതി എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പൊ 5% കാണാൻ എന്ത് ചെയ്താൽ മതി? 40 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന പെർസെന്റേജുകളാണ് ഇത് പറഞ്ഞത്. 100%, 200%, 50%, 10%, 1%, 5%. ഇതൊക്കെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 5% നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 40 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എക്സിന്റെ y% എത്രയാണ്? എക്സിന്റെ എന്ന് പറഞ്ഞാൽ 800ന്റെ y% അല്ലെ. അപ്പൊ 800ന്റെ y% എന്ന് പറഞ്ഞാൽ 5%. അപ്പൊ 40 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എത്രയാണ്? എക്സിന്റെ y% x × y ആണ് അല്ലെ. അപ്പൊ 800 × 5/100 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? 2 0യും 2 0 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാലൻസ് വരുന്ന 8 × 5. 8 × 5 എത്രയാണ്? 8 × 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ ഒരു സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് 5% 40 എന്ന് കിട്ടിയില്ല. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതിനേക്കാളും എന്താണ്? ഈസി ആയിട്ട് ഒരു സ്റ്റെപ്പിൽ തന്നെ 5% എത്രയാണ്? ആദ്യം 10% കാണാം, അതിന്റെ പകുതി 5% 40 ആണെന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതേ സമയം 800 ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. ഇനി വേറൊരു നമ്പർ എടുക്കുകയാണെ എക്സാമ്പിൾ ആയിട്ട് ഒരു 415 നോക്കാം. 415. ഓക്കെ, ഒരു നമ്പർ ആണ് 415. അപ്പൊ അതിന്റെ 100% എത്രയായിരിക്കും? 100% എന്ന് പറയുന്നത് ഈക്വൽ ടു
415 തന്നെ. ഓക്കെ, ഇതിന്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? 10% കാണാൻ അവസാനത്തെ ഒരു നമ്പർ വിട്ടിട്ട് പോയിന്റ് ഇടണം. അപ്പൊ എത്രയാണ് കിട്ടും? ഈക്വൽ ടു 41.5. ഇവിടെ പോയിന്റ് അതിന് 0 ആയതുകൊണ്ടാണ് നമ്മളത് 80 തന്നെ എടുത്തത്. ഇവിടെ പോയിന്റ് അതിന് 5 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ അത് വിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ എത്ര കിട്ടും? 41.5 എന്ന് കിട്ടി. ഇനി അടുത്തത് 1%. 1% എന്ന് പറഞ്ഞ ഈക്വൽ ടു എന്താണ്? 2 നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇടണം. ഇവിടെ പോയിന്റ് ഇടണം. അപ്പൊ എത്ര കിട്ടും? 4.15. ഓക്കെ, 4.15 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് 10%വും 1%വും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ്. ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ എന്താണ്? ഒരു ശതമാനം തന്നാൽ ഭിന്നസംഖ്യയാക്കണം. ഒരു ശതമാനം തന്നാൽ ഭിന്നസംഖ്യയാക്കാൻ 100 അല്ലെ ഡിവൈഡഡ് ബൈ 100, അതായത് 100 കൊണ്ട് ഹരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 50% എന്ന് പറഞ്ഞാൽ 50/100 ചെയ്യുമ്പോൾ 1/2t. ഇനി 1/2 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം, അതായത് ഒരു ഭിന്നസംഖ്യ ശതമാനമാക്കാൻ, ഓക്കെ, ഒരു ഭിന്നസംഖ്യ ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഹരിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ 100 കൊണ്ട് ഗുണിക്കണം. അതായത് ഒരു ഭിന്നസംഖ്യ തന്നു, 1/2 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ തന്നു. ഇതിന്റെ തുല്യമായിട്ട് വരുന്ന ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു 100 ചെയ്യുമ്പോ 2 10 5 പ്രാവശ്യം പോവും, പിന്നെ ഒരു 0. അപ്പൊ 50 അല്ലെ? 50%. 50% തന്നെയല്ലേ ഇതിന്റെ ഇക്വലൻസ് ആയിട്ട് വരുന്നത് അല്ലെ? അപ്പൊ എന്താണ്? ഒരു ശതമാനം തന്നെ ഭിന്നസംഖ്യയാക്കാൻ ഡിവൈഡ് ബൈ 100 ചെയ്യണം. അതുപോലെ ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ഭിന്നസംഖ്യ എടുക്കാണ്. 1/4. 1/4 ഇതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്ന ആ ഒരു ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. അപ്പൊ എന്ത് ചെയ്യാ? 4 എത്ര പ്രാവശ്യം പോവും 100-ല്? 4 10-ൽ എത്ര പ്രാവശ്യം പോവും? 2 തവണ പൂർണ്ണമായിട്ട് പോവും. 8 അല്ലെ? 2 തവണ പോകുമ്പോ 8. ബാലൻസ് എത്രയുണ്ട്? 2. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ 2 കൊടുക്കാം. അപ്പൊ 20 അല്ലെ? 20-ല് എത്ര പ്രാവശ്യം പോവും? 4 5 തവണ. അപ്പൊ 1 × 25 എന്ന് വരും അല്ലെ? അപ്പൊ എത്രയെന്ന് കിട്ടി? ഈക്വൽ ടു 25%. ഓക്കെ, ഇനി അടുത്ത് നോക്കാണ് 5/4. 5/4 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ. അപ്പൊ 5/4ന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? 5/4 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, 4 100-ൽ എത്ര പ്രാവശ്യം പോവും? 25 തവണ. 5 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 പ്രാവശ്യം വരുമ്പോ 100, 5 പ്രാവശ്യം വരുമ്പോ 125. അപ്പൊ 125%. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കി മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർ ബൈ 3 അല്ലെ? വേണ്ട, 4/5. 4/5ന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം. അപ്പൊ 4/5ന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പൊ 5 100-ൽ എത്ര പ്രാവശ്യം പോകും? 10-ൽ 2 തവണ, പിന്നെ ഒരു 0. അപ്പൊ 20. അപ്പൊ 4 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80. അപ്പൊ 80% എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 4/5ന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം 80%. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 4900ന്റെ 10%. അപ്പൊ നമ്മൾ എന്താണ്? ഇതൊരു ബേസിക് ആയിട്ട് പോകുന്നതിൽ നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞു. ഒരു നമ്പറിന്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് അല്ലെ? ഒരു നമ്പർ വിട്ടിട്ട് പോയിന്റ് ഇടണം എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ്? 4900 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%. 100%മാണ് 4900. ആ നമ്പറിന്റെ എന്ന് ചോദിച്ചാൽ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു?
100% എടുക്കുന്നു. അപ്പൊ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 4900 അവസാനത്തെ ഒരു നമ്പർ വിട്ട് പോയിന്റ് ഇടാന്നുള്ളത്. അപ്പൊ 4900 എടുത്ത് ഒരു നമ്പർ വിട്ട് പോയിന്റ് ഇടുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പൊ 490 എന്ന് വരും. അപ്പൊ 10% എന്ന് പറയുന്നത് എത്രയാണ്? 10% എന്ന് പറയുന്നത് 490 ആണ്. ഓക്കെ, ഇതാണ് ഒരു 1 സ്റ്റെപ്പില് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി സാധാരണ രീതിയിൽ ബേസിക് ആയിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്? എക്സിന്റെ y ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് x × y/100 ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? x എന്ന് പറയുന്നത് 4900. അപ്പൊ 4900 ഇൻറ്റു എന്താണ്? y എന്ന് പറഞ്ഞാൽ 10 / 100. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു 0 ക്യാൻസൽ ആയി, ഈ 0യും ക്യാൻസൽ ആയി. 49 × 10 എന്ന് വരും. 49 × 10 എന്ന് പറഞ്ഞാൽ 490 തന്നെ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എന്താണ്? 4900ന്റെ 10% എന്ന് എത്രയാന്ന് കിട്ടി? 490 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. 7/10ന്റെ ശതമാന രൂപം എത്ര? ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയുടെ ശതമാനം കാണാൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഇൻറ്റു 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7/10 × 100 ചെയ്യണം. അപ്പൊ എന്ത് വരും? 10 ഒരു 0യും ക്യാൻസൽ ആയി. 7 × 10 എത്രയാണ്? 70. അപ്പൊ 70%. അപ്പൊ 7/10ന്റെ ശതമാന രൂപം എത്രയാണ്? 70% അല്ലെ? 70%. ഇനി അടുത്തത് 4. ഇത്ര നേരം ചെയ്തത് ഫ്രാക്ഷൻസ് എങ്ങനെയാണ്? 5/4, 1/2, 1/4 അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമുക്ക് തന്നത് നോക്ക്, 4 1/5ന്റെ ശതമാന രൂപം അല്ലെ? 4 1/5ന്റെ ശതമാന രൂപം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ? മിശ്ര ഭിന്നസംഖ്യയാണ്. ഇതിനെ നമ്മൾ സാധാരണ ഭിന്നസംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? 4 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതെ 4 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ന് പറയുന്നത് ഈക്വൽ ടു 4 + 1/5 ആണ്. 4 1/5 എന്ന് പറയുന്നത് 4 + 1/5നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 1/5 എന്ന് എഴുതുന്നത്. അപ്പൊ നമുക്കറിയാം 4 + 1/5 ഇതില് 4 അല്ലെ? ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ 2 എന്ന് പറയുന്നത് 2/1 തന്നെയാണ് അല്ലെ? 2 /1 കൊടുത്തതിന് ആ നമ്പർ തന്നെയാണ്. ഇപ്പൊ നോക്കൂ, 5/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തന്നെയാണ്. 4/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 4/1 എന്ന് 4നെ 4/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്? 4 1/5 നമുക്ക് എങ്ങനെ എഴുതാം? 4/1 + 1/5 എന്ന് എഴുതാം. നമുക്കറിയാം, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മിശ്ര ഭിന്നസംഖ്യയെ ഭിന്നസംഖ്യയാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 5 ചെയ്യാം. 4 × 5 എത്രയാണ്? 20. 4 × 5 20. ഇവിടെ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കും പ്ലസ്. പിന്നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എങ്ങനെയാണ്? 1 × 1 എത്രയാണ്? 1 തന്നെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, പ്ലസ് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എന്താണ്? 20 + 1 എന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്താൽ മതി? ഹോൾ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിനോമിനേറ്റർ വെച്ചിട്ട്, അതായത് രണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ്? 1 × 5. 1 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഓക്കെ, അപ്പൊ 4/1 + 1/5നെ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഇവിടെ ഒന്നുകൂടെ എഴുതാം. ആദ്യം ഇങ്ങനെ രണ്ടും മൾട്ടിപ്പിൾ ചെയ്തു, എന്നിട്ട് എഴുതി, പിന്നെ പ്ലസ് കൊടുത്തു, പിന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതി, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ അതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5. ഇവിടെ ഇപ്പൊ ഒരു 2 ആണെന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ 2 × 5 ചെയ്യണം. ഓക്കെ, ഇവിടെ 1 ആണ്. അപ്പൊ 1 × 5 അപ്പൊ ഈക്വൽ ടു എന്താ കിട്ടി? 20 + 1/5 എത്രയാണ്? 21/5. ഓക്കെ, അപ്പൊ 4 1/5 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? 21/5 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്കൂൾ ലെവലിൽ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് മിശ്ര ഭിന്നസംഖ്യ നമ്മൾ ഭിന്നസംഖ്യ ആക്കുന്നത്. ഓക്കെ, ഇത്രയൊന്നും സ്റ്റെപ്പ് നിങ്ങൾ എക്സാമിന് ചെയ്യണ്ട. ഒരേ ഒരു സ്റ്റെപ്പിൽ ചെയ്താൽ മതി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 1/5നെ എങ്ങനെ എഴുതിയാൽ മതി? ഈക്വൽ ടു ആദ്യം 4 × 5 ചെയ്യാം. 4 × 5 ചെയ്യുമ്പോൾ 20 കിട്ടും. പിന്നെ ഒരു പ്ലസ് 1, ഇവിടെ ഒരു 1 ഉണ്ട്, ആ ഒരു പ്ലസ് 1 ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണോ ഉള്ളത് അത് താഴെ എഴുതാം. അപ്പൊ ഡിവൈഡഡ് ബൈ 5, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അത് ഇവിടെ എഴുതാം. ഓക്കെ, 4 × 5 ചെയ്യാം, പ്ലസ് 1 ചെയ്യാം, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത്
ആ ഒരു 5 ഇവിടെ എഴുതാം. അപ്പൊ എത്രയെന്ന് കിട്ടും? 20 + 1 എന്ന് പറഞ്ഞാൽ 21 തന്നെ. 21/5. ഓക്കെ, ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്താണ് 4 1/5 എന്ന് വന്ന് 21/5 ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 1 സ്റ്റെപ്പിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മിശ്രസംഖ്യ ഭിന്നസംഖ്യ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ 5 കൊടുക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 1/5 ശതമാന രൂപം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഭിന്നസംഖ്യ ആക്കി. ഇനി ഇതിന്റെ ശതമാന രൂപം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്യണം, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. 21/5 100 കൊണ്ട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 100 എത്ര തവണ പോവും? 20 തവണ. 21 × 20 ചെയ്യാം. അപ്പൊ ആദ്യം 21 × 2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 42 കിട്ടും, പിന്നെ ഒരു 0. അപ്പൊ 420 ആണ് ഇവിടുത്തെ ശതമാനം. 420 ശതമാനം. 420 ശതമാനമാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: 2.5 ശതമാന രൂപം എത്ര? അപ്പൊ നമ്മളൊരു കാര്യത്തിന്റെ ഒരു ഭിന്നസംഖ്യയാണെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ ശതമാന രൂപം കാണാൻ ഇൻറ്റു 100 ചെയ്ത പോലെ തന്നെയാണ് ഏതൊരു നമ്പർ തന്നാലും അതിന്റെ ശതമാനം കാണാന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 2.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/2 ആണ് അല്ലെ, 5ന്റെ പകുതിയാണ് 2.5 എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഭിന്നസംഖ്യ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2.5 എന്ത് ചെയ്താൽ മതി? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ശതമാന രൂപം കാണാൻ പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 2.5 × 100 തന്നെയാണ് അതിന്റെ ശതമാന രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2.5 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു 2.5. സാധാരണ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് ഇല്ലാതെ ഗുണിക്കാം. അതായത് 25 × 100 ചെയ്യാം. 25 × 100 എന്ന് പറഞ്ഞാല് എത്രയാണ്? 2500 അല്ലെ? 2500 ആണ് 25 × 100. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ അല്ലെ, ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ മതി. അതായത് 250 ആണ് 2.5ന്റെ ശതമാന രൂപം എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്താണ്? 250 ശതമാനമാണ്. ഓക്കെ, ഇനി അതേപോലെ 3.2ന്റെ ശതമാന രൂപം കാണാം. അപ്പൊ എങ്ങനെയാണ്? 3.2 × 100 ചെയ്താൽ മതി. ഈക്വൽ ടു 32 × 100 ആദ്യം ചെയ്യാം. 32 × 100 ചെയ്യുമ്പോൾ എത്രയാണ്? 3200. ഇവിടെ പോയിന്റ് ഒരു നമ്പർ കഴിഞ്ഞാണ് പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇടാം. അതായത് 320 ശതമാനം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 3ന്റെ ശതമാന രൂപം എത്ര? 3ന്റെ ഒരു നമ്പറിന്റെ ശതമാന രൂപം കാണാൻ പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്താൽ മതി. 3ന്റെ ചോദിച്ചു കഴിഞ്ഞാൽ 3 × 100 ചെയ്താൽ മതി. ഈക്വൽ ടു 300 ശതമാനം. ഓക്കെ, അപ്പൊ ഏതൊരു നമ്പർ, ഒരു ഭിന്നസംഖ്യ ആയിക്കോട്ടെ, ഒരു പോയിന്റ് അല്ലെങ്കിൽ സാധാരണ ഒരു നമ്പർ ആയിക്കോട്ടെ, എന്ത് ചെയ്താൽ മതി? ശതമാന രൂപം കാണാൻ മതി. രൂപം കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പെർസെന്റേജിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട് എഴുതി വെക്കുക. അന്നന്നത്തെ അന്നന്നാൾ തന്നെ പഠിച്ചു പോകുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ റിവിഷൻ ചെയ്യാം. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഗൂഗിളിൽ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതിന്റെ പെർസെന്റേജിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണോ ആ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ഒരു 4-5 ക്വസ്റ്റ്യൻസ് തനിയെ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.